ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബോളിവുഡ് സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ കേൾക്കണാക്കാൻ പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയും ഹലോ, എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എൻ്റെ ലെഫ്റ്റിൽ നിങ്ങളുടെ റൈറ്റിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതിന്റെ തൊട്ടൊപ്പം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. ഈ അടുത്തിട്ട ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറെ നല്ല റെസ്പോൺസ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. കുറെ നല്ല നല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്ത കമന്റ് കാണാം. സോ ഞാൻ ഈ വീഡിയോയിൽ എന്താ കാണിച്ചതെന്ന് വെച്ചാലും, ഇത് നമ്മുടെ സോനാക്ഷി സിൻഹ ദബംഗില് ഒരു സീനിലുള്ളോട്ടാ, ഒരു പാട്ടിൽ. ഞാൻ ഫുള്ള് സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ആ പാട്ടില് ഈ ഒരു സാരി എടുത്തിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാനത് നിങ്ങൾ തന്നെ കാണിക്കാന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അതേ സെയിം സാരി എൻ്റെ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് ഒരു 5 കൊല്ലം മുന്നാണ്. കല്യാണത്തിന് നമ്മൾ സാരി വാങ്ങിക്കില്ല. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സാരി ആയിട്ട് ഞാൻ ഇതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിത് കടയിൽ കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല ആ സമയത്ത് സോനാക്ഷിയുടെ ഈ ഒരു സാരി ഉണ്ടെന്ന്. ഉണ്ടെന്ന് വെച്ചാൽ ആ സിനിമയിൽ കേട്ടോ. എനിക്ക് ഈ ഷെൽ വർക്ക് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മുടെ സെയിം കളർ മെറ്റീരിയലിൽ സെയിം കളർ ഷെല്ല് വരുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. അതായത് വൈറ്റ് ഡ്രസ്സിൽ വൈറ്റ് ഷെല്ല്, ബ്ലൂ ഡ്രസ്സിൽ ബ്ലൂ ഷെല്ല്, അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഇതങ്ങനെ ഒരുപാട് ജിഗിജിഗല്ല, കുറച്ച് സട്ടിൽ ഷൈൻ ആണ്. സോ സോനാക്ഷി സിൻഹ അതിലൊരു പിങ്ക് ബ്ലൗസ് ആണ് അതിൽ ഇട്ടേക്കുന്നത്. സോ എനിക്ക് ഈ സാരിയുടെ ഒപ്പം തന്നെ കിട്ടിയതാണ് ഈ പിങ്ക് ബ്ലൗസ്. ഒരു പക്ഷെ ഇത് ഈ സാരി ഇറക്കിയത് തന്നെ സോനാക്ഷി സിൻഹയുടെ ഡ്യൂപ്പ് പോലെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണേ. ശരിക്കും എനിക്ക് ബ്ലൗസ് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഈ സാരിയുടെ ഒപ്പം കിട്ടിയത് എനിക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതിൽ ഫോട്ടോ എനിക്ക് എടുത്തത് എന്റെ മദർ ഇൻ ലോ ആണ് കേട്ടാ. ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ തന്നെ SQ ഫൗണ്ടേഷൻ സ്റ്റിക്കിന്റെയും ഒരു റിവ്യൂ കാണിച്ചിട്ടുണ്ട്, ഒരു മിനി റിവ്യൂ. കാരണം എനിക്ക് കുറെ കമന്റ്സിൽ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഷെയ്ഡ് ഏതാന്ന്. സോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു എക്സാക്ട് ഷെയ്ഡ് അതിൽ കിട്ടും. ഞാനിതിൽ എല്ലാ ഷെയ്ഡ്സും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഷെയ്ഡ്സും കാണുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ എൻ്റെ ഷെയ്ഡ് ഞാൻ ഇതിൽ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടും എൻ്റെ ഒരു ഷെയ്ഡും നിങ്ങളുടെ ഒരു സ്കിൻ ടോൺ ഏതായിരിക്കും മാച്ച് ആവാന്ന് നമുക്ക് പിടികിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഷെയ്ഡും സ്വാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ SQ ഫൗണ്ടേഷൻ സ്റ്റിക്കിൻ്റെ റിവ്യൂലേക്ക് കിടക്കാം. സോ ഇതാണ് പാക്കേജിങ്, നല്ല സ്റ്റേഡി പാക്കേജിങ് ആണ്. പക്ഷേ ഈ വലിയ ക്യാപ്പിൽ അത് അടയ്ക്കുമ്പോൾ ഒന്ന് ടൈറ്റാക്കി അമർത്തി വെക്കണം, അല്ലെങ്കിൽ അത് തുറക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതർവൈസ് മറ്റേ സൈഡിലത്തെ ക്യാപ്പ് മറ്റേ ലിഡ് വന്നിട്ട് കുഴപ്പമില്ല, നന്നായി ടൈറ്റായിട്ട് അടയും. സോ ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ ഒരു സ്പോഞ്ച് ഉണ്ട്. സോ എൻ്റെ 10 ഷെയ്ഡ്സ് ആണുള്ളത്. സോ ഇതിലത്തെ 10 ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ 2 കളർ കറക്റ്റേഴ്സ് ആണ് കേട്ടോ. സോ സ്റ്റേഡി പാക്കേജിങ് ആണ്. സോ ഈ കാണുന്ന അത്ര ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലും കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ ക്വാണ്ടിറ്റി. ഇതങ്ങനെ വേഗം തീരുമൊന്നുമില്ല. സോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് വെച്ചാൽ നല്ല ക്രീമിയാണ്, പക്ഷെ ഒരുപാട് ക്രീമിയും അല്ല. എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ അത്ര പാടുമല്ല, ലൈക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു തിക്ക് ടെക്സ്ചറാണ്. ഇതിൻ്റെ കവറേജിനെ പറ്റി പറയുമ്പോൾ മീഡിയം കവറേജ് ഉള്ളൂ, ഫുൾ കവറേജ് ഇല്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഫുൾ കവറേജ് ആയിട്ട് തോന്നിയാലും കുറച്ച് കഴിഞ്ഞാൽ അതൊരു മീഡിയം കവറേജ് പോലെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കിത് ഏറ്റവും ഇഷ്ടമായത്, എൻ്റെ ഒരു ഗോ ടു സ്റ്റിക്കായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്പോഞ്ചാണ്. അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്, നമ്മുടെ കയ്യിലൊന്നും ആവില്ല. പോരാത്തതിന് അതിനൊരു
ക്യാപ്പും ഉണ്ട്. അത് കാരണം ഡസ്റ്റൊക്കെ ആവാണ്ട് സൂക്ഷിക്കാനും നമുക്ക് മൂടി വയ്ക്കാൻ പറ്റും. പൊതുവേ എനിക്ക് ഈ സ്പോഞ്ചും മേക്കപ്പ് ബ്രഷൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാൻ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. സോ ഒരു ഗോ ടു നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു ഷെയ്ഡ് എൻ്റെ ബാഗിൽ വയ്ക്കും. സോ ഈ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി എൻ്റെ ഇതിലത്തെ ഷെയ്ഡ് കേട്ടോ. ഇത് ഷെയ്ഡ് നമ്പർ 6 ആണ്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 5 ഭയങ്കര യെല്ലോയിഷ് ആയിട്ടാണ് എൻ്റെ ഒരു സ്കിൻ ടോൺ. കാരണം എൻ്റെ അത്ര യെല്ലോയിഷ് അല്ല സ്കിന്ന്. അപ്പോൾ 6 ആണ് എൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ്. കണ്ടത് ഇതിൻ്റെ ഒരു മീഡിയം കവറേജ് ആണ്. കുറേ അങ്ങനെ മുഖത്ത് തേച്ചു എന്ന് തോന്നില്ല. കുറച്ചൊരു നാച്ചുറൽ ഫിനിഷും ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റിംഗ് ബാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു 5 hours ആകുമ്പോഴേക്കും കുറച്ച് ഫെയ്ഡ് ആവും കേട്ടോ. പിന്നെ ഇതിലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ കോൺടോറിങ് ആയിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. സോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് കോൺടോറിങ് ആയിട്ട് യൂസ് ചെയ്യാൻ. സോ ഞാനത് ഇതാണ് ഇപ്പോൾ സ്ഥിരം യൂസ് ചെയ്യാറ് കോൺടോറിങ്ങിനും വേണ്ടിയിട്ടും മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ. ഞാനങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല. സോ ഇതിന് കവറേജിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഡ്യൂയി ഫിനിഷാണ് ഇതിന്. അങ്ങനെ ഡ്രൈ മാറ്റ് ഫിനിഷ് അല്ല. പൗഡർ എടുത്ത് സെറ്റ് ചെയ്യുന്നതാവും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. പ്രൈമർ വരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ലാസ്റ്റിംഗ് പവർ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്വാച്ച് ചെയ്യുന്നത് ഷെയ്ഡ് നമ്പർ 1 and 2 ആണ്. ഏകദേശം സിമിലർ ആണ്. ഇത് ഫെയർ സ്കിൻ ടോണാണ്. ഈ ഭാഗത്ത് കാണിച്ച 3 ഷെയ്ഡും സൂട്ടാവാം കേട്ടോ. ഞാൻ ഈ ഷെയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ലൈറ്റ് ആവും. പിന്നെ ഞാൻ പറഞ്ഞ ഷെയ്ഡ് നമ്പർ 5 ആണ് ഈ യെല്ലോയിഷ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് സ്വാച്ച് ചെയ്ത ഷെയ്ഡാണ് എൻ്റെ എക്സാക്റ്റ് സ്കിൻ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ശരിക്കും എൻ്റെ ഒരു എക്സാക്റ്റ് ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ് നമ്പർ 1. ഇത് ലൈറ്റസ്റ്റ് ഷെയ്ഡ് എന്ന് പറയാം. സോ നല്ലൊരു ഫെയർ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡായിരിക്കും ഇത്. ശരിക്കും പറഞ്ഞാൽ 1, 2, 3 ഷെയ്ഡൊക്കെ ഓൾമോസ്റ്റ് ഒരു 1 ഷെയ്ഡ് ഡാർക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലത്തെ സെക്കൻഡ് വന്നിട്ട് ഒരു കൂൾ ടോണാണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് വന്നിട്ട് ഒരു യെല്ലോയിഷ് ടോണാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ന്യൂട്രൽ ടോണാണ്. പിന്നെ ഷെയ്ഡ് നമ്പർ 4 ഉണ്ട്. അതും ഏകദേശം എൻ്റെ സ്കിന്നിന് മാച്ച് ആവും. പക്ഷെ എനിക്ക് 6 ആണ് കുറച്ചും കൂടിയും. എനിക്ക് അങ്ങനെ ഫേസിൽ ലൈറ്റായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഇത്തിരി ഡാർക്കായിട്ടുള്ളതാണ് ഇപ്പോഴും എനിക്കിഷ്ടം. ഈ യെല്ലോയിഷ് ഓറഞ്ചിഷ് ആയി കാണുന്നതാണ് ഷെയ്ഡ് നമ്പർ 5 കേട്ടോ. ഇത്രയും യെല്ലോയിഷ് അല്ല ശരിക്കും കാണാൻ. സോ ഷെയ്ഡ് നമ്പർ 1, 2 അതേ സെയിം ഓർഡറിലാണ് ഞാൻ സ്വാച്ച് ചെയ്തേക്കുന്നത്. 10 ടോട്ടലി എൻ്റെ കയ്യിലുണ്ട്. സോ ഈ ഷെയ്ഡ് യെല്ലോയിഷ് ആയിട്ട് കാണുന്നത് ഷെയ്ഡ് നമ്പർ 5. അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഉള്ളത് ആണ് എൻ്റെ ഷെയ്ഡ് നമ്പർ 6. ബാക്കി ലാസ്റ്റ് 2 ഉള്ളത് ഒരു ഓറഞ്ചും ഒരു ഗ്രീനും കളർ കറക്റ്റേഴ്സാണ്. പിന്നെ ബാക്കിയുള്ള 2 ബ്രൗൺ ഷെയ്ഡാണ്. ഡീപ്പർ സ്കിൻ ടോൺ ആയിരിക്കും ഇത് മാച്ച്. ഞാനിത് കോൺടോറിങ്ങിനാണ് യൂസ് ചെയ്യാറ് ഈ 2 ഷെയ്ഡ്സും. സോ ഈ ഷെയ്ഡ് നമ്പർ 6 അതായത് ആ യെല്ലോൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷെയ്ഡാണ് എൻ്റെ ഷെയ്ഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏകദേശം ഇപ്പോൾ മനസ്സിലാവും ഏതായിരിക്കും ക്ലോസ് ആയിട്ട് സൂട്ട് ആവാന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ സെലക്ട് ചെയ്യാം. പിന്നെ ഞാനിതിലൊരു വെയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. സോ ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ അപ്ഡേറ്റ്സ് തരും കേട്ടോ. ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇപ്പോൾ 1 hour ആയി. 1 മണിക്കൂറായിട്ടാ. അതേപോലെ തന്നെ ഉണ്ട്. ബട്ട് ഇവിടെ കണ്ണിൻ്റെ അവിടെ കുറച്ചിങ്ങനെ ക്രീസ് ആവണ പോലെ ഉണ്ട് കേട്ടോ. സോ കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കുറവ് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നണത്. ബട്ട് ഐ ലൈക്ക് ദ ഫിനിഷിങ്. ഇറ്റ്സ് വെരി നാച്ചുറൽ ആണ്. എന്നാൽ ഒരു ഗ്ലോ ഉണ്ട്. ഒരു ഗ്ലോയി നാച്ചുറൽ ഫിനിഷാണ്. എനിക്കതാണ്. പിന്നെ ഇതിൽ എൻ്റെ ആക്ച്വൽ ഷെയ്ഡ് കിട്ടിയ കാരണമാണ് ഒന്നുകൂടി എനിക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നണേ. ഹലോ വല്യ ഞങ്ങൾ റൈനെ കൊണ്ടുവരാൻ പോവാണ്. ഹലോ ഹലോ വരാ. ഗുഡ് ബോയ് വരാ. നീ ഗുഡ് ബോയാ ശരിക്കും? ഓക്കെ നമുക്ക് ചേട്ടനോ ഞാനിപ്പോ ഈ SQ ഫൗണ്ടേഷൻ ഇട്ടിട്ട് 2 hours ആയിട്ടോ. കുഴപ്പമില്ല. കുറച്ചൊരു നാച്ചുറൽ ഫിനിഷ് പോലെ ഉണ്ട്. എനിക്ക് അതാണ് ഇഷ്ടമായി ഇതില്. ഞാനിപ്പോ ഒരു പുതിയ ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്തതാണ്. ഇത് ആക്ച്വലി ഈ ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ കാജൽ ഇടാത്ത കാരണം ഫേസിലൊരു മാതിരി ആയിരിക്കും. നല്ലൊരു ഡീപ്പ് കാജൽ ലുക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ലിപ്സ്റ്റിക് ആവും അത്. എന്നെക്കാളും കുറച്ചും കൂടിയും ഒരു ഡാർക്ക് ഷെയ്ഡ് സ്കിൻ ടോൺ ആണ് നിങ്ങളുടെ വെച്ചെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾ തന്നെ വാഷ് ഔട്ട് ചെയ്യും കേട്ടോ. കാരണം എനിക്ക് തന്നെ ഓൾറെഡി കുറച്ച് ഇത് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ബിക്കോസ് ഇറ്റ്സ് എ കുറച്ച് ഗ്ലോസി ആകുമ്പോൾ വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡ് ആയാലും കുറച്ച് പ്രശ്നം ഉണ്ടാവില്ല. സോ ഇത് ആക്ച്വലി ഇങ്ങനെ തോന്നുന്നത് ഒരു ഡീപ്പ് കാജൽ ലുക്ക് ഇടാണെങ്കിൽ സൂപ്പറായേനെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫൗണ്ടേഷൻ കാണാം.
കാണാം ഇതിനൊരു നാച്ചുറൽ ഫിനിഷ് ആണ്, എനിക്ക് അതാണ് ഇതിൽ ഇഷ്ടമായത്. ബട്ട് യെസ് കുറച്ച് ഫെയ്ഡ് ഔട്ട് ആയിട്ടുണ്ട്, കാരണം ഞാൻ ഇട്ട ഉടനെ ഉള്ള ഒരു ഫ്രഷ്നെസ് ഇല്ല. കുറച്ച് ഫേസ് കുറച്ചൊരു ഒരു ഡ്യൂയി ഫിനിഷ് ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 5 hours ആയി. സോ നിങ്ങൾക്ക് കാണാം കുറച്ച് ഓയിലി ആയിട്ടുണ്ട്. എൻ്റെ മോനെ ഇവിടെ ഉണ്ട്, എൻ്റെ വാ ഇങ്ങോട്ട് വാ. സോ ഓയിലി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പൗഡർ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്, എന്നാലും അത് ഓയിലി ആയിട്ടുണ്ട് ഇസ് വാട്ട് ഐ ക്യാൻ സീ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തേക്കുന്ന ലിപ്സ്റ്റിക് ഇത് ഞാൻ പറഞ്ഞില്ലേ, മിസ് ക്ലെയറിന്റെ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒരു ഡ്യൂപ്പായിട്ട് വരും. മിസ് ക്ലെയറിന്റെ ഡ്യൂപ്പാണോ മിസ് ക്ലെയർ ഇതിന്റെ ഡ്യൂപ്പാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഏതാണ്ട് ആ ഒരു സിമിലർ ഷെയ്ഡാണ്. മിസ് ക്ലെയർ 42 ഷെയ്ഡിന്റെ സിമിലർ ഷെയ്ഡാണിത്. ഇപ്പൊ എന്തോ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വല്ല കൂപ്പൺ കോഡ്സ് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം. എല്ലാത്തിന്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് കോൺടാക്ട്സ് ഇട്ടിട്ടുണ്ട്. കോൺടാക്ട്സ് ഇട്ടേക്കുന്നത് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.